ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു കിലോ ഫിഷ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലെ ഓണപരിപാടിക്കായിട്ട് അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും കുറേ പേരൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കേട്ടോ. ഇങ്ങനെ പൂക്കളം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഇതൊക്കെ വരുന്നത് ഓണമെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ വരുന്നത്. ഞാനപ്പോൾ പറയുകയാണ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. എല്ലാവരും വലിയ സപ്പോർട്ടീവാണ്. അങ്ങനെ ആർക്കും ഒരു ചമ്മലോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയിലേക്ക് തന്നെ ഞാൻ വന്നേക്കുന്നത്. ഇത് നമ്മുടെ അബീറിലെ കുറേ സ്റ്റാഫുണ്ട് കേട്ടോ. ഇത് ഗ്രാഫറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ആറനുണ്ട്, അങ്ങനെ കുറേ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കുറേ ജോലീസൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. ഈവൻ സ്കൂൾ പീരീഡ് ആണെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മുടെ ഇപ്പം അത്തപ്പൂക്കളം ഇവിടെ റെഡിയായി ഗൈസ്. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഡേ ആയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആസ് യൂഷ്വൽ ഇന്ന് എടുക്കുന്ന പോലെ കുറേ സെൽഫിയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നീട് നമുക്കിവിടെ കാണാൻ വേണ്ടി പോകുന്ന നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന്, ഇതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, HR ടീമുണ്ട്, നേഴ്സിംഗ് മാനേജറുണ്ട്, എല്ലാവരും കൂടി അടിപൊളിയായിട്ട് തിരുവാതിര കളിക്കുന്നത്. അന്ന് രാവിലെ എന്നെ HR ശ്രീലത മേഡം വിളിച്ചിട്ട് പറയുന്നു, രഞ്ജു പ്രാക്ടീസിനുമായോ ഡാൻസ് കളിക്കാമെന്ന്. ശരിക്കും ഞാൻ നിലവിൽ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല ഗൈസ്. അത് കാരണം ഞാൻ അതിൽ നിന്ന് പിന്മാറി. എനിക്കറിയത്തില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ല. തപ്പാങ്കൂത്തൊക്കെയാണ് പിന്നെയും നോക്കാം. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അടിപൊളി എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനുള്ള തിരക്കിലാട്ടോ. നമ്മുടെ ഫോൺ നമ്പറാണിത്. പിന്നെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ HR ടീംസാണ് എല്ലാവരും. ഇത് നമ്മുടെ HR ആണ്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഇത് നമ്മുടെ HR ശ്രീലത മേഡം. നമ്മുടെ ഇൻഷുറൻസിലെ ഡോക്ടേഴ്സൊക്കെയാണ്. എല്ലാവരും ബിസിയാണ്. ഇത് നമ്മുടെ റിസപ്ഷനിസ്റ്റിലെ സൂപ്പർവൈസറാട്ടോ. പിന്നെ നമ്മുടെ ഡോക്ടർ ഷാസിയനെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡോക്ടർ ഷാസിയ കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നിവിടെ പൊളിക്കും. നമ്മുടെ ഇതവരുടെ ഡോക്ടർ ഷാസിയ, റിസപ്ഷനിസ്റ്റ് ആട്ടോ ചേച്ചി. മേഡം പാട്ടൊന്നും പാടിയിട്ടില്ല. ഇന്ന് പാടിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടി. നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിക്കും. കേട്ടോ ക്ലിയർ കിട്ടുന്നില്ല. എൻ്റെ ഗൈസ്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളതെന്ന്. ഇത് തന്നെ പോരെ നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ. സൗണ്ട് ക്ലിയർ ആവുന്നറിയില്ല. അനുമോള് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നേഴ്സിംഗ് മാനേജറാണ്. ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഫോട്ടോഷൂട്ട് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കഴിഞ്ഞ ഉടനെ ആയിട്ട് നമ്മുടെ റിസപ്ഷൻ സൂപ്പർവൈസറിൻ്റെ നല്ല അടിപൊളി ഒരു സോങ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അടിപൊളി.
അങ്ങനെ നമ്മളുടെ പ്രോഗ്രാമൊക്കെ സ്മൂത്തായിട്ട് സൈഡിൽ പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ജനറൽ മാനേജർ സീനാമാണ്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നു. ആ ഫുഡ് ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടോ. എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടി ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു മൂഡല്ലേ ഗൈസ്. അങ്ങനെ പിന്നെയും നമ്മുടെ ഫോട്ടോ സെക്ഷനിലേക്ക് നമ്മുടെ മാനേജറിനെ നിർത്തിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാട്ടോ. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ ഓണപ്പരിപാടി എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ അതിനേക്കാളും പൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഒരു പിന്നെ അവിടെ നമ്മുടെ കസാര കളി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫുൾ എനിക്ക് ഇൻവോൾവ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നേരം പാട്ടൊക്കെ പിന്നെ നമ്മുടെ ഡോക്ടർ ഷാസിയ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും പോയി ജോയിൻ ചെയ്തിട്ട് പാട്ടൊക്കെ പുള്ളിക്കാരി പാടുന്നതിനൊപ്പം തന്നെ നമ്മൾ കുറേ ദപ്പാങ്കൂത്തൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ട് വേഗം ക്ലിനിക്കിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ബൈ ബൈ.